ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം മഹാരാജ. റൈറ്റർ ഡയറക്ടർ നിതിലൻ സ്വാമിനാഥൻ. വിജയ് സേതുപതിയുടെ പെർഫോമൻസിൻ്റെ റേഞ്ച് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് കുറച്ചു കാലമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടി മാറിക്കിട്ടി. അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കാണാൻ കഴിയുന്ന ആ ഒരു കൈൻഡ് ഓഫ് വിജയ് സേതുപതി ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയ്ക്കകത്ത്. അതിനപ്പുറത്തേക്ക് അന്യ സ്ക്രിപ്റ്റിലുള്ള കളിയാണ്. ഒപ്പം ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങും ടെക്നിക്കലി ഗുഡാണ്. ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത്, മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ബി അജിനേഷ് ലോകനാഥാണ്. ഈ സ്കോർ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി, അതുപോലെ അനിരുദ്ധൊക്കെ ചെയ്യുന്ന ആ ലെവലിൽ മാസീൻസ് ആണെങ്കിൽ കൂടെ ആ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ അല്ല പിടിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഇമോഷണലി വർക്ക് ആവുന്ന രീതിയിലുള്ള സ്കോറിംഗ് ആണ്. പടത്തിൻ്റെ സ്ക്രിപ്റ്റും അങ്ങനെയാണ്. ഇതിൽ ധാരാളം സോങ്സ് ഒന്നുമില്ല. സ്കോറിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിലെ ലിറിസിസ്റ്റ് കപിലൻ വൈരമുത്തുമാണ്. അതുപോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സൗണ്ട് മിക്സിങ്ങിൽ നമ്മുടെ MR രാധാകൃഷ്ണനുണ്ട്. ഗംഭീര വർക്കാണ്. മക്കൾ സെൽവൻ്റെ 50ാമത്തെ പടമായതുകൊണ്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്സും പരിപാടിയൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ലിയോയിലെ സ്കോറും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് 5 സ്റ്റാറിൻ്റെ കാണിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്, ഈ ഡയറക്ടർ അത്രയും ഡീറ്റെയിലിംഗ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സിംബൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്കോർ ബ്ലെൻഡ് ചെയ്ത കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. അതോടൊപ്പം വിജയസിൻ്റെ പെർഫോമൻസ്, അങ്ങനെ വളരെ ഒരു ഇൻസിഡൻ്റ് കൂടി തുടങ്ങുന്ന സിനിമ. ദിവ്യഭാരതിയാണ് വിജയ് സേതുപതിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പാവപ്പെട്ട കുടുംബിനി വീട്ടമ്മ, അതാണ് ദിവ്യഭാരതിയുടെ ക്യാരക്ടർ. വളരെ കുറച്ച് സമയമുള്ളൂ. മഹാരാജ എന്ന് പറയുന്ന വിജയ് സേതുപതി അവതരിപ്പിച്ച കഥാപാത്രം, ആ കഥാപാത്രം ഭയങ്കര ഹെവിയാണ്. ഭയങ്കര ഹെവി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള കഥാപാത്രമാണ്. ടൈലർ മെയ്ഡ് സാധനമാണ് വിജയ് സേതുപതിക്ക്. പുള്ളി ആ ക്യാരക്ടറിനെ ആവാഹിച്ച് ചെയ്തിരിക്കുന്ന രീതി, ഇതിൽ ബിഗിനിങ്ങിൽ പുള്ളി കുറച്ച് യങ് ആയിട്ടുള്ള കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പ്രായമായിട്ട് കാണിക്കുന്നത്. ആ സമയത്തൊക്കെ വരുമ്പോഴേക്കും പുള്ളിയുടെ ആ ഒരു ഓറ, പവർ, സാഗ്, സ്ക്രീൻ പ്രസൻസ്, അതിനപ്പുറത്തേക്ക് ഭയങ്കര മാലിനസ്, വൈൽഡ്. പുള്ളി ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് പുള്ളിക്ക്. എന്തിനും ചേർത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ വലിക്കാൻ പറ്റുമല്ലോ. അത് ശരിക്കും നമുക്ക് ആ പവർ ഫീൽ ചെയ്യും. അതാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സാധനം വിജയ് സേതുപതി. ആ ക്യാരക്ടറിൻ്റെ വലിപ്പവും അത്തരത്തിലുള്ള ഒരു സീനിൽ കൂടെ തന്നെ മനസ്സിലാവും. ഒരു മഞ്ഞിപ്പ് സീനാണ് സ്കൂളിലുള്ള. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ സീന്, സ്നേക്സിൻ്റെ സീന്, ഒരുപാട് സീൻസ് ഉണ്ട്. ഈ ക്യാരക്ടർ എന്തുമാത്രം ഹെവിയാണെന്നും ആ ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് നോൺ ലീനിയറായിട്ട് പോകുന്ന കുറേ സാധനങ്ങൾ, അതാ പറഞ്ഞ സ്ക്രിപ്റ്റിൽ ഭയങ്കര കളിച്ചിരിക്കുന്നത്. പിന്നെ ഒരേ ഇൻസിഡൻറ്റ്, ഒരേ സീന് വേരിയസ് പെർസ്പെക്റ്റീവിൽ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ഗംഭീര സിനിമ അതിലും മികച്ച ഒരു ക്ലൈമാക്സോട് കൂടി അവസാനിപ്പിക്കുകയാണ്. ഹോണ്ടിങ് ക്ലൈമാക്സ് ആണ്. ഒരുപാട് സിനിമകൾ റെഫറൻസായിട്ട് നമുക്ക് എടുക്കാം, മലയാളത്തിലെടുത്ത് ഇറങ്ങിയ ഒരു സിനിമ ഉൾപ്പെടെ. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഈ സിനിമയിൽ മൊത്തത്തിലൊരു ഇമോഷനുണ്ട്. ആ ഇമോഷനെ മാത്രം ഫോക്കസ് ചെയ്യാതെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിലുള്ള മാസ് സീൻസ്, എലിവേഷൻ സീൻസ്, ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്സ്, അങ്ങനെ മൊത്തത്തിലൊരു പാക്കേജാണ് ഈ സിനിമ. അതുപോലെ സിനിമയുടെ തുടക്കം മുതൽ വിജയ് സേതുപതിയുടെ ഇൻട്രോയ്ക്ക് ശേഷം കുറേ എപ്പിസോഡ്സ്, കുറേ ഫോൾഡേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിടുവാണ്. അത് ഭയങ്കര രസമാണ് അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ. അതിൽ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വേറെ ഇൻസിഡൻറ്റ് കാണിക്കുന്നു, അതിൽ വേറെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റൊരു ഇൻസിഡൻറ്റ് കാണിക്കുന്നു, വേറെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പറയുന്നൊരു സാധനമാണ് ഈ പാസം എപ്പോഴും അലമ്പാവുന്നത്, അത് ഓവറാക്കി ചലമാക്കുമ്പോഴാണ്. ഇതിൽ വളരെ, അതായത് നമ്മൾ കൗരവർ മുതൽ കൈദിയിൽ വരെ കിട്ടിയൊരു സാധനമല്ലോ, ഡാഡ് ഡോട്ടർ റിലേഷൻഷിപ്പ്, ആ ലവ്, ആ കാര്യങ്ങളൊക്കെ വളരെ കൺട്രോൾഡായിട്ട് ക്രിഞ്ച് അടിപ്പിക്കാതെ പാസം എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയിൽ കോമഡി നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി എന്ന് പറയുന്ന സമയത്ത് ബ്ലാക്ക് ഹ്യൂമറാണ്. സിറ്റുവേഷൻ, അതിൻ്റെ സീൻസ്, മൊത്തം സിനാരിയോ ഭയങ്കര സീരിയസ് ആണ്. പക്ഷേ പ്രേക്ഷകർക്ക് കോമഡി ആയിട്ട് വർക്കൗട്ട് ആവും. അങ്ങനെ കുറേ സീൻസ് ഇതിനകത്തുണ്ട്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയലൻസ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ബോണസാണ്. ഇതിനകത്തുള്ള വയലൻസ് ഒരു മയവും ഇല്ല. വെട്ട്, കുത്ത് പരിപാടി, എല്ലാ സാധനവും വരയിൽ, എല്ലാ പരിപാടിയുണ്ട്. നമുക്ക് ശരിക്കും കാണാം, നല്ല രസത്തിൽ കാണാം. മറ്റു പ്രധാന കഥാപാത്രങ്ങൾ മമത മോഹൻദാസ് അവതരിപ്പിച്ച ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, പിന്നെ വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ. പിന്നെ നട്ടി പോലീസ് ഓഫീസറായിട്ട് പുള്ളി ഒരു പ്രധാന കഥാപാത്രമാണ്. അരുൺ ദോസ്, അഭിരാമി അനുരാഗ് കശ്യപിൻ്റെ വൈഫായിട്ട് വീട്ടമ്മ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പഴയകാല നടൻ നാഗേഷ്, തമിഴ് നടൻ. അതുപോലെ തന്നെ ബോയ്സിലെ മറ്റേ
അങ്ങനെ കളിച്ച് ലാസ്റ്റ് വണ്ടി കയറി മരിക്കണ ഒരുത്തനല്ലേ, അവൻ്റെ പേര് മണികണ്ഠൻ കുമാർ. പുള്ളി ഇതിൽ കിടലൻ പെർഫോമൻസാണ്. ലോകേഷ് കനകരാജിൻ്റെ മാസ്റ്ററിൽ വിജയ് സേതുപതിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ഭവാനി. ബിരിയാണിയിൽ ലക്ക് പീസ് കിടച്ച ലക്ക്. ഇത് ഒരു ലക്കായിരുന്നു ഈ സിനിമ. കുറേ നാളുള്ള വിജയ് സേതുപതി സിനിമകൾക്കിടയിൽ വന്നിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഗംഭീര ഒരു സിനിമയാണ് മഹാരാജ.